കായികവും മാനസികവുമായ ഒട്ടനവധി പ്രവൃത്തികൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു അവബോധം, ഇംഗ്ലീഷിൽ കോൺഷ്യസ്നെസ് നമുക്ക് ഉണ്ട്. ഈ മനുഷ്യ വ്യക്തികൾക്ക് ഉള്ള ഈ അവബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അത് എവിടെ നിന്ന് ഉണ്ടായി, എവിടെയാണ് ഇതിൻ്റെ ഉത്ഭവം? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത്. നിലം ഉഴുതുകൊണ്ടിരിക്കുന്ന ഒരു ട്രാക്ടറിന്റെ കാര്യം നിങ്ങൾ പരിഗണിക്കുക. ഇത് കുറെ സങ്കീർണമായ ഒരു യന്ത്രമാണ്. ഈ ട്രാക്ടർ വളരെ നല്ല രീതിയിൽ നിലം ഉഴുതുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഇത് ചെയ്യുന്ന ആ പ്രവൃത്തിയെക്കുറിച്ച് അതിന് യാതൊരുവിധ ഫീലിംഗ് അല്ലെങ്കിൽ അവബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അതിന് ഇല്ല. ഇനി നമുക്കൊരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ കാര്യം പരിഗണിക്കാം. അതിശയിപ്പിക്കുന്ന വേഗതയിൽ അതിസങ്കീർണമായ കണക്കുകൂട്ടലുകൾ ഈ സൂപ്പർ കമ്പ്യൂട്ടർ ചെയ്യുന്നു. എങ്കിൽ പോലും ഇത് ചെയ്യുന്ന ഈ കണക്കുകൂട്ടലുകളെ കുറിച്ച് ഇതിന് യാതൊരുവിധ ഫീലിങ്ങോ അല്ലെങ്കിൽ അവബോധമോ കോൺഷ്യസ്നെസ്സോ ഇതിനില്ല. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. കുറച്ച് സങ്കീർണമായ ഒരു റോബോട്ട് അല്ലെങ്കിൽ യന്ത്രമനുഷ്യന്റെ കാര്യം ഇനിയും പരിഗണിക്കാം. ഈ റോബോട്ടും നിരവധി പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് ഇതിന് യാതൊരുവിധ ഫീലിംഗ് അല്ലെങ്കിൽ അവബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഇതിന് ഇല്ല. ഇനി നമുക്ക് നിലം ഉഴുതുകൊണ്ടിരിക്കുന്ന ഒരു കാളയുടെ കാര്യത്തിലേക്ക് വരാം. കാളയ്ക്ക് ട്രാക്ടറിനോളം സ്പീഡില്ല. എങ്കിലും ഈ കാള നിലം ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യുന്ന ആ പ്രവൃത്തിയെക്കുറിച്ച് അതിനൊരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു പ്രാഥമിക അവബോധം, അതായത് പ്രൈമറി കോൺഷ്യസ്നെസ് ഉണ്ട്. ഇനി നമുക്ക് മനുഷ്യന്റെ കാര്യത്തിലേക്ക് വരാം. പലവിധത്തിലുള്ള കായികവും മാനസികവുമായ പ്രവൃത്തികൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നു. മൃഗങ്ങൾക്കുള്ളതുപോലെ നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തികളെക്കുറിച്ച് നമുക്കുമുണ്ട് ഒരു പ്രാഥമിക അവബോധം അല്ലെങ്കിൽ പ്രൈമറി കോൺഷ്യസ്നെസ്. ഇനി മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് ഒരു സെക്കൻഡറി കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു ദ്വിതീയ അവബോധം കൂടിയുണ്ട്. അതായത് പ്രാഥമിക അവബോധത്തെക്കുറിച്ച് തന്നെയുള്ള മറ്റൊരു അവബോധം. മൃഗങ്ങൾക്ക് ഇങ്ങനെ ഒരു ദ്വിതീയ അവബോധം അല്ലെങ്കിൽ സെക്കൻഡറി കോൺഷ്യസ്നെസ് ഉള്ളതിന്റെ ലക്ഷണമൊന്നും കാണിക്കുന്നില്ല. മനുഷ്യന് ഈ പ്രാഥമിക അവബോധം അഥവാ പ്രൈമറി കോൺഷ്യസ്നെസ്, അതുപോലെ ദ്വിതീയ അവബോധം അഥവാ സെക്കൻഡറി കോൺഷ്യസ്നെസ് എന്നീ രണ്ട് കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ടാണ് നമുക്ക് തത്വചിന്ത, അതായത് ഫിലോസഫിക്കൽ തിങ്കിങ്, അതുപോലെ റിസർച്ച്, ഗവേഷണം ഒക്കെ നടത്തുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ചെറിയ ഒരു മെഷീന്റെ കാര്യം പരിഗണിക്കുക. ഈ മെഷീന് ഇത് ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് യാതൊരുവിധ ഫീലിംഗും ഉണ്ടായിരിക്കില്ല. ഇനി ഈ മെഷീൻ വളരെ സങ്കീർണം, കോംപ്ലക്സ് ആക്കി മാറ്റി എന്നിരിക്കട്ടെ. എന്നാലും ഇത് ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഇതിനൊരു ഫീലിങ്ങോ അല്ലെങ്കിൽ അവബോധമോ ഉണ്ടാവുകയില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ഈ ശരീരം മാത്രമാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ മനുഷ്യൻ എന്നത് ജൈവ തന്മാത്രകൾ, അതായത് ബയോമോളിക്യൂൾസ് കൊണ്ടുണ്ടാക്കിയ സങ്കീർണമായ ഒരു യന്ത്രം മാത്രമാണ്. പിന്നെ എങ്ങനെ മനുഷ്യന് അവൻ ചെയ്യുന്ന ഈ പ്രവൃത്തികളെ കുറിച്ച് ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അവബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് വന്നു? ന്യൂറോ സയന്റിസ്റ്റ് ഇതിനെ വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നു. അവർ പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ചില ന്യൂറൽ മെക്കാനിസംസ്, അതിന്റെ ഒരു അനന്തരഫലം അഥവാ കോൺസിക്വൻസ് ആണ് നമുക്കുള്ള ഈ അവബോധം എന്നാണ്. എന്നാൽ നിങ്ങൾ വിക്കിപീഡിയയിൽ ഈ ഹ്യൂമൻ കോൺഷ്യസ്നെസ് എന്താണ് എന്ന് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ അവബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസിന്റെ കാര്യത്തിൽ ഈ ശാസ്ത്ര ലോകത്തുള്ള അവ്യക്തത എത്ര വലുതാണ് എന്ന്. 2023 നവംബർ മാസത്തില് സയന്റിഫിക് അമേരിക്കൻ, അത് വളരെ പ്രശസ്തമായ ഒരു ശാസ്ത്ര ജേർണലാണ്, അതിൽ വന്ന ഒരു ആർട്ടിക്കിൾ, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ മനസ്സിലാകും ഈ അവബോധം അല്ലെങ്കിൽ ഈ കോൺഷ്യസ്നെസ് അത് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഈ ശാസ്ത്ര ലോകത്തുള്ള വലിയ അവ്യക്തത. നൂറുകണക്കിന് തിയറികളുണ്ട്. ഓരോ ശാസ്ത്രജ്ഞന്മാരും ഓരോ തിയറികൾ ഉണ്ടാക്കുന്നു.
എന്നാൽ അവ തമ്മിൽ പരസ്പര പൊരുത്തമില്ല. ഈ അവബോധത്തിന്റെ കാര്യത്തിൽ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് തമ്മിൽ യാതൊരുവിധ അഭിപ്രായ ഐക്യവുമില്ല. റോജർ പെൻറോസ്, അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മാത്തമെറ്റിക്കൽ ഫിസിക്സിന്റെ പ്രൊഫസർ ആണ്. 2020 ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇദ്ദേഹം ദ റോഡ് ടു റിയാലിറ്റി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഈ അവബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ ഭാഗം അത് ഞാൻ ഒന്ന് വായിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് വായിക്കുന്നത്. അവസാനമായി, ഗണിതശാസ്ത്രപരമായ സത്യത്തെ എങ്ങനെയാണ് നാം ഗ്രഹണം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും ഒരു നിഗൂഢതയുണ്ട്. നമ്മുടെ തലച്ചോറുകൾ വിശ്വസനീയമായ വിധത്തിൽ കണക്കുകൂട്ടലുകൾ നടത്താൻ പ്രോഗ്രാം ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നു എന്നത് മാത്രമല്ല അത്. നമ്മിൽ ഏറ്റവും എളിയവരായിട്ടുള്ളവർ പോലും 0, 1, 2, 3, 4 മുതലായ സംജ്ഞകളുടെ യഥാർത്ഥ അർത്ഥം പോലുള്ള കാര്യങ്ങൾ വിലമതിക്കുമ്പോൾ സ്വന്തമാക്കുന്ന ഉൾക്കാഴ്ചകളിൽ അതിലും ആഴത്തിലുള്ള എന്തെല്ലാമോ ഉണ്ട്. റോജർ പെൻറോസ് ഇവിടെ പറയുന്നതിന്റെ സാരം ഇതാണ്. അതായത് കമ്പ്യൂട്ടറുകൾ കണക്കൂട്ടലുകൾ ചെയ്യുന്നു, പക്ഷേ അത് ചെയ്യുന്ന കണക്കൂട്ടലുകളെ കുറിച്ച് അതിന് യാതൊരുവിധ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൻസൈറ്റ് ഇല്ല. എന്നാൽ മനുഷ്യൻ കണക്കൂട്ടലുകൾ നടത്തുന്നു, പക്ഷേ അവൻ ചെയ്യുന്ന ആ കണക്കൂട്ടലുകളെ കുറിച്ച് മനുഷ്യന് ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച ഉണ്ട്. ഇത് കുറച്ച് അതിശയകരമായിരിക്കുന്നു എന്നാണ് ഈ റോജർ പെൻറോസ് ഇവിടെ പറയുന്നത്. ഈ ഉൾക്കാഴ്ചയെ തന്നെയാണ് നമ്മൾ മറ്റൊരു ഭാഷയിൽ അവബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നസ് എന്നൊക്കെ വിളിക്കുന്നത്. ജോൺ എക്ലസ്, അദ്ദേഹം മെഡിസിനിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളാണ്. ജോർജ് വാൾഡ്, അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട് മെഡിസിനിൽ നോബൽ സമ്മാനം. നെവിൽ മോട്ട്, അദ്ദേഹം ഫിസിക്സിൽ നോബൽ സമ്മാനം കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. ഇവരൊക്കെ അംഗീകരിക്കുന്നു, അതായത് ഈ അവബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നസ് അത് ശാസ്ത്രത്തിന് എത്തിപ്പിടിക്കുവാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു മേഖലയാണ് എന്നുള്ള കാര്യം. ഈ അവബോധത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു. പക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അനുമാനിക്കുവാൻ പ്രേരിതരാകുന്നു. അതായത് ഈ ജീവൻ, ലൈഫ് എന്ന് പറയുന്നത് കേവലം ഫിസിക്കൽ മാറ്റർ, ഭൗതിക പദാർത്ഥങ്ങൾ, അവയ്ക്കും അപ്പുറത്തുള്ള എന്തോ ഒന്നല്ലേ? അങ്ങനെയെങ്കിൽ ഈ ജീവൻ എന്നത് അചേതനമായ ഭൗതിക പദാർത്ഥങ്ങളിൽ നിന്ന് ആരംഭിച്ച് ക്രമേണയുള്ള പരിണാമത്തിലൂടെ ഉത്ഭവിച്ചതാകാൻ വഴിയില്ല. ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു വിശിഷ്ട സൃഷ്ടി തന്നെ ആയിരിക്കണം.